കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് പാസ്റ്റർ ചേസ് ജോസഫാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ ടീച്ചിങ്സിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ 13-ാമത്തെ വാക്യമാണ് വായിച്ചത്. 5-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. അപ്പോൾ ഉപ്പിൻ്റെ കാരം എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ടേസ്റ്റ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ലൈഫ് നമ്മൾ ഒരു പ്രത്യേക വർഗമായി കാണപ്പെടുന്നു. ഇന്ന് അങ്ങനെയാണ്. ഇന്ന് വെള്ളവസ്ത്രം ധരിച്ചവർ, ക്ലീൻ ഷേവ് ചെയ്തവർ, നമുക്കറിയാം. ഒറ്റ നോട്ടത്തിൽ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വിശ്വാസി അറിയാം അവനൊരു കുപ്പിക്കകത്ത് കയറിയിരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം കുപ്പിക്കകത്ത് കയറ്റാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം നമ്മൾ സാധാരണ മനുഷ്യരിൽ ഒരാളായി മാറിക്കഴിയുമ്പോൾ അവിടെ പുലർത്താൻ കഴിയുന്ന വേർപാടാണ് ശരിക്കും ക്രിസ്ത്യൻ വേർപാടെന്ന് പറയുന്നത്. അതായത് സാംസ്കാരികമായ വേർപാടല്ല, പാപത്തോടുള്ള വേർപാടാണ്. നമ്മളിന്ന് പലപ്പോഴും സാംസ്കാരികമായ വേർപാടിനെയാണ് വേർപാട് വിശുദ്ധി എന്നൊക്കെ വിളിക്കുന്നത്. സാംസ്കാരികമായ വേർപാട് പാപമാണെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. അതായത് ഒരു പാപമായൊരു കാര്യത്തിൽ നിന്നാണ് നമ്മൾ വേർപെട്ടിരിക്കേണ്ടത്. പക്ഷേ പാപമല്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് വേർപെടേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് വെള്ളവസ്ത്രം ധരിക്കുന്നത് ഒരു വേർപാടാണെന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്. വെള്ളവസ്ത്രം ധരിക്കുന്ന വേർപാടാണ്. അപ്പോൾ വേറൊരു കളറുള്ള വസ്ത്രം ധരിച്ചാൽ പാപമാണോ? പാപമല്ല. പക്ഷെ വെള്ളവസ്ത്രം ആണ് വേർപാട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അങ്ങനത്തെ വേർപാടല്ല വേർപാട് പാപത്തോടാണ് വേർപെട്ടിരിക്കേണ്ടത്. ലോകത്തിൽ നിന്നാണ് വേർപെട്ടിരിക്കേണ്ടത്. ലോകത്തിന് കുറേ തത്വങ്ങളുണ്ട്. ഏറ്റവും വലിയ വേർപാടെന്ന് പറയുന്നത് ലോകം സക്സസ് ആഗ്രഹിക്കുന്നു. ലോകം ഇവിടെ ലോകത്തുള്ള സാധാരണ ജനങ്ങൾ ഇവിടെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു, സ്വസ്ഥരാകാൻ ആഗ്രഹിക്കുന്നു, അവർ സെറ്റിലാകാൻ ആഗ്രഹിക്കുന്നു, പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരുടെ പുകഴ്ത്തൽ ആഗ്രഹിക്കുന്നു. ഇനി വേർപാടിനെക്കുറിച്ച് പറഞ്ഞേ. നമ്മൾ വേർപെട്ടവരാണെങ്കിൽ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. അതാണ് വേർപാട്. നമ്മൾ ക്രിസ്തുവിനെ മാത്രം ആഗ്രഹിക്കുന്നു. ക്രിസ്തു നമ്മളിൽ മഹത്വപ്പെടണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഇതാണ് വേർപാട്. അതൊരു കാഴ്ചപ്പാടിലുള്ള വേർപാടാണ്. വി ആർ നോട്ട് ലൈക്ക് ദം, വി ഡു നോട്ട് ഫോളോ ദം. നമ്മൾ അവരുടെ ആശയങ്ങളിൽ ജീവിക്കുന്നവരല്ല. അതാണ് ആന്തരികമായ വേർപാടെന്ന് പറയുന്നത്. പുറമേ ഒരു വെള്ളവസ്ത്രം ധരിച്ചാൽ ഇവൻ്റെ ഉള്ളിലെ ലോകത്തിലെ മോഹം പോകുമോ? പുറമേയുള്ള ഏതെങ്കിലും ഒരു കാരണം എന്തെങ്കിലും ഒന്ന് എടുത്തു മാറ്റുകയോ ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെ ധരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, പുറമേയുള്ള ആ കാഴ്ചയിലല്ലാതെ ആന്തരികമായി എന്തെങ്കിലും മാറ്റം വരുമോ? ഒന്നും വരില്ല. കാരണം അപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ അനുഗ്രഹങ്ങളുടെ ഒരു പീസാണ്. സഹോദരങ്ങളെ, വെള്ള വസ്ത്രവും ധരിച്ച് ആഭരണവുമില്ലാതെ മീശയും പഠിച്ച് ക്ലീൻ ഷേവായിട്ട് നിൽക്കുന്ന ആൾക്കാർ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാതിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഇവർ പ്രസംഗിക്കുന്ന മുഴുവൻ ലോകത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ജയിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ സമ്പത്തുണ്ടാക്കാം, നിങ്ങളെ ദൈവം സാമ്പത്തികമായി അനുഗ്രഹിക്കാൻ പോകുന്നു. എന്ത് വ്യത്യാസമാണ് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ളത്? ഒരു വ്യത്യാസവുമില്ല. നമ്മൾ വെള്ളവസ്ത്രം ധരിക്കുന്നു, ആഭരണം ഉപയോഗിക്കുന്നില്ല, ക്ലീൻ ഷേവ് ചെയ്യുന്നു, പക്ഷേ വായിലിരിക്കുന്ന സെയിം തന്നെ, കൊതികളെല്ലാം സെയിം തന്നെ, ലോകത്തിലുള്ള കാഴ്ചപ്പാടുകളെല്ലാം അത് തന്നെ, പണം ഉണ്ടാക്കണം. അപ്പോൾ എവിടെയാണ് ഈ വേർപാട്? എന്താണ് ഈ വേർപാട്? വേർപാടെന്ന് പറയുന്നത് പുറമേ ഉള്ളതെന്നാണോ? തീർച്ചയായിട്ടും അല്ല. എന്തുകൊണ്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെയും കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കർത്താവ് ശിഷ്യന്മാരെ പോലെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസവും കർത്താവിനുണ്ടായിരുന്നില്ല കാഴ്ചയിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കർത്താവ് നടക്കുമ്പം കർത്താവിൻ്റെ തലയുടെ പുറകിൽ ഒരു ഹാലോ പോലെ ഇത്തിരി ലൈറ്റ് അടിക്കുന്നുണ്ടായിരിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ സാധാരണ എങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെയാണ് കർത്താവ് നടന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് ഒറ്റിക്കൊടുക്കേണ്ടി വന്നത്. യൂദാ ഇസ്കറിയോത്തയ്ക്ക് യേശുക്രിസ്തുവിന് ഒറ്റിക്കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? യൂദാ ഇസ്കറിയോത്ത അവിടെ പിടിച്ചെടുക്കാനുള്ള കാരണം ഒരുപക്ഷെ ഈ യഹൂദന്മാർ എന്ന് പട്ടാളക്കാരോട് പറഞ്ഞു കാണുമായിരിക്കും, ഇവനാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവൻ സീസറിനെതിരെയാണ് സംസാരിക്കുന്നത്, അവൻ രാജാവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഈ പിള്ളേരും യൗവനക്കാരും ആൾക്കാരും എല്ലാം ഇവൻ ഓശാന, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ദാവീദിൻ്റെ പുത്രനായി വന്നവൻ എന്നൊക്കെ പറഞ്ഞ് ഓശാന പാടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചോ, ഇവിടെ ഒരു ചെറിയ രാജ്യം ഉണ്ടായി വരുന്നുണ്ട് റോമാ സാമ്രാജ്യത്തിനകത്ത് എന്നിവർ ചെന്ന് തീർച്ചയായിട്ടും ഇവരോട് പറഞ്ഞു കാണും, റോമാക്കാരോട്. അപ്പോൾ റോമാക്കാർ ചോദിച്ചു കാണും, ആരാ ഇയാൾ, നിങ്ങളൊന്ന് കാണിച്ചു തരാമോ? അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കാണും, നമ്മൾ കാണിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെങ്ങാനും നാട്ടുകാർ കണ്ടാൽ
അവർ നമ്മളെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പഞ്ഞിക്കിടും. അതുകൊണ്ട് നമ്മളിപ്പോൾ പോകണ്ട. കാരണം ഈ യേശു ക്രിസ്തുവിൻ്റെ സപ്പോർട്ട് ബേസ് എന്താണെന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. ഇത്രയും ആൾക്കാർ അന്നവന് ജയ് വിളിച്ചതുകൊണ്ട് ചിലപ്പം ജനങ്ങൾ മുഴുവൻ അവൻ്റെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പോയ പ്രശ്നമോ, സോൾഡിയേഴ്സിനാണെങ്കിൽ യേശു ക്രിസ്തുവിനെ കണ്ടാൽ തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല താനും. അപ്പം ഇവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനെ പിടിക്കാം. അപ്പോൾ അവർക്ക് കൃത്യം അറിയാം ആരെയാണ് പിടിക്കേണ്ടതെന്ന്, കൃത്യം അറിയാം. പത്രോസിനുണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിലോ, അവൻ കൃത്യം അറിയാം. അതാണ് ലോകത്തിലുള്ളവരെ കൃത്യമായിട്ട് മനസ്സിലാവും. യൂദാ ഇസ്കറിയോത്തെ ചെന്ന് കണ്ടു, അവനോട് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കണം പട്ടാളക്കാർ വരുമ്പം. നിങ്ങൾ വന്നാൽ എന്താ കുഴപ്പം? ഞങ്ങൾ തന്ന നാട്ടുകാരെ, നീ ഒന്നും ചെന്നാൽ കുഴപ്പമില്ല, നിങ്ങൾ ഇത്ര പൈസ തന്നേക്കാം. ഓക്കെ, അങ്ങനെയാണ് യൂദാ ഇസ്കറിയോത്തെ ചെല്ലുന്നത്. യൂദാ ഇസ്കറിയോത്തെ ചെന്നിട്ട് പട്ടാളക്കാരുടെ എന്തായിരിക്കും പറഞ്ഞത്? ഞാൻ അവരുടെ അടുത്തോട്ട് ചെന്നിട്ട്, അവിടെ കുറേ പേര് കാണും, ഞാൻ അടുത്ത് ചെന്നിട്ട് ആരെയാണോ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് അവനാണ് ക്രിസ്തു. അപ്പോൾ അതല്ലാതെ യേശുവിനെ തിരിച്ചറിയാൻ ഒരു വഴിയില്ല. സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചത്. സാധാരണ ഒരു മനുഷ്യനെ പോലെ അല്ല ജീവിച്ചതെങ്കിൽ ഈ കാണിച്ചു കൊടുക്കാൻ ഒരാളെയും ആവശ്യമില്ലായിരുന്നു. അവർ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, അയാളായിരിക്കും നടുക്കിയിരിക്കുന്നത്, അയാളായിരിക്കും മെയിനായിട്ടുള്ള ആൾ, അതുകൊണ്ട് ആ ആളെ പിടിച്ചോ എന്ന് യഹൂദന്മാർക്ക് അടയാളം പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇതൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഹീ വാസ് വൺ എമംഗ് അസ്, നമ്മളിൽ ഒരാളെ പോലെയായിരുന്നു. കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഭയങ്കരമായിരുന്നു. അത്ഭുതം ഒത്തിരി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഹി വാസ് വൺ എമംഗ് അസ്, നമ്മളിൽ ഒരാളെ പോലെ. പാപജഡത്തിൻ്റെ സദൃശ്യത്തിൽ, പാപമില്ലാത്ത ക്രിസ്തു പാപജഡത്തിൻ്റെ സദൃശ്യത്തിലാണ് ഇവിടെ വന്നത്. കർത്താവ് ഒരിക്കലും വേഷഭൂഷകളിൽ ഒരു വേർപാട് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. കർത്താവ് ഒരിക്കലും സംസാര രീതികളിലോ അതിൻ്റെ സ്ലാങ്ങിലോ ഒന്നും ഒരു വേർപാടും കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. കർത്താവ് താടി മീശകളിൽ ഒന്നും ഒരു വേർപാടും കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. കർത്താവ് കൊണ്ടുവരാൻ ശ്രമിച്ച വേർപാട്, അവർ ലോകത്തിനുള്ളവർ, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ, അതായിരുന്നു വേർപാട്. ഈ വേർപാടാണ് നമുക്കുള്ളത്. നമ്മൾ ഉയരത്തിൽ നിന്ന് ജനിച്ചവർ, ലോകത്തിൽ നിന്നുള്ളവരെ പോലെ അല്ല, അവരെ പോലെ അല്ല. വി ആർ ഡിഫറെൻറ്റ്. ഇതാണ് ശരിക്കും പുതിയ നിയമത്തിൻ്റെ വേർപാടെന്ന് പറയുന്നത്. നമ്മളെ കാണുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കണം എന്നല്ല, നമ്മളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാകണം അവർ ലോകത്തിൻ്റെ ആളുകളല്ല. ഈ വേർപാടാണ് ഉപ്പ് തരുന്നത്. ഉപ്പിന് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, ഇത് ഉപ്പാണ്. നിങ്ങൾ കറിക്കകത്തുനിന്ന് സാമ്പാറിനകത്തുനിന്ന് മുരിങ്ങ എടുത്ത് മാറ്റി വയ്ക്കാം, ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം, തക്കാളി മാറ്റി വയ്ക്കാം, പക്ഷേ ഉപ്പ് മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാരണം ഉപ്പ് അതിനകത്ത് അലിഞ്ഞു ചേർന്നു. പക്ഷെ അത് ഉപ്പില്ലെങ്കിൽ ആ കറി ശരിയാവുകയില്ല. ശരിക്കും നമ്മളെ ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റണമെന്നില്ല സമൂഹം. വി ആർ നോട്ട് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. കർത്താവ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ ക്യാരക്ടർ ഡിഫറെൻ്റാണ്, നമ്മുടെ സ്വഭാവം ഡിഫറെൻ്റാണ്. നമ്മളോട് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത്. അല്ലെ, നമ്മൾ ഇടപെട്ട് തുടങ്ങുമ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല, നമ്മളവരെ സ്നേഹിക്കുന്നവരാണ്. പൈസയുടെ മുകളിൽ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. മറ്റൊരാൾക്ക് വേണ്ടി നഷ്ടം വന്നാൽ വിഷമമില്ലാത്തവരാണ്. മറ്റൊരാൾ പണം അപഹരിച്ചാൽ തിരിച്ചപഹരിക്കാൻ പോകാത്തവരാണ്. ഇതാണ് വേർപാട്. വേർപാടെന്ന് പറയുന്നത് ആന്തരികമായി വരേണ്ട ഒന്നാണ്. സ്നേഹം വെളിപ്പെട്ട് വരുമ്പോഴാണ് ഈ വേർപാട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത്. അതാണ് ഉപ്പിൻ്റെ പ്രത്യേകത. ഉപ്പ് ഗീവ്സ് ടേസ്റ്റ് ടു എവരി വൺ ബട്ട് ലൂസസ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി. അത് നമ്മുടെ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഈ ബൗണ്ടറീസ് സൃഷ്ടിച്ച് കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? വേറൊരാൾക്ക് ക്രിസ്തുവിനെ കാണാൻ തടസ്സമായി വരും. ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നില്ല ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിക്കുന്ന ബൗണ്ടറീസാണ്. നമ്മൾ സൃഷ്ടിക്കുന്ന ആചാര വേഷഭൂഷകളിലുള്ള വേർപാട് എന്ന് പറയുന്ന മതത്തെയാണ് നമ്മുടെ ചുറ്റുമുള്ളവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്രിസ്തുവിനോടല്ല അവർക്ക് ഭയം. അവർക്ക് ഭയം ഈ മതത്തോടാണ്, ഈ മതവൽക്കരണത്തോടാണ്. ഓക്കെ, ഇനി അടുത്തത് കർത്താവ് പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് വെളിച്ചത്തെക്കുറിച്ചാണ്. ഉപ്പ് പോലെയാണ് നമ്മൾ എന്ന് പറയുന്ന പോലെ തന്നെ കർത്താവ് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ള വാക്ക്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയുകയല്ല, തണ്ടിന്മേൽ എത്ര വയ്ക്കുന്നത്, അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് തന്നെ പിന്നീട് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ വലത് കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടത് കൈ അറിയരുതെന്ന്. ആരും അറിയാതെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ സൽപ്രവൃത്തികളെ ലോകം കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്രസംഗത്തിൽ തന്നെ കർത്താവ് പറയാണ്, ആദ്യം പറയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എല്ലാവരും കാണട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾ ആൾക്കാർ കാണാൻ മാത്രം രഹസ്യമാക്കി പറയും കീഴ് വെക്കരുത്, ആ തണ്ടിന്മേൽ വെക്കണം. തണ്ടിന്മേൽ വെച്ച് കഴിയുമ്പോൾ അത് എല്ലാവർക്കും പ്രകാശിക്കും. അങ്ങനെ അവർ നിങ്ങളുടെ സൽപ്രവൃത്തികളെ കാണും.
ആ സൽപ്രവൃത്തിയിലെ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്നാൽ 6-ാം അധ്യായത്തിൽ പറയാണ്, നിങ്ങൾ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ വലങ്കൈ ചെയ്യുന്ന ഇടങ്കൈ അറിയരുത്. അപ്പോൾ പ്രശ്നം ഇതാണ്, ഇത് തണ്ടിന്മേൽ വെക്കണോ പറയും കീഴിൽ വെക്കണോ? തണ്ടിന്മേൽ വെച്ചാൽ എല്ലാവരും കാണും. അപ്പോൾ നിങ്ങളൊരു സൽപ്രവൃത്തി ചെയ്യുവാണെങ്കിൽ അത് തണ്ടിന്മേൽ വെക്കണോ പറയും കീഴിൽ വെക്കണോ എന്നാണ് മനസ്സിലായത്. ഈ 2 വാക്യങ്ങളും രണ്ടായിട്ട് നമുക്ക് തോന്നും, പക്ഷേ രണ്ടല്ല. രണ്ട് വാക്യങ്ങളും എതിര് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ എതിരല്ല പറയുന്നത്. 2 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആദ്യം 14-ാമത്തെ വാക്യം നോക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിച്ചം എവിടെ നിന്ന് വരുന്നു? ക്രിസ്തു നമുക്ക് തന്ന പ്രകാശത്തിൽ നിന്നാണ് ആ വെളിച്ചം നമുക്ക് വരുന്നത്. അതായത് അത് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതാണ്. നമ്മൾ വെളിച്ചം പുറപ്പെടുവിക്കാനല്ല പറയുന്നത്, നമ്മൾ തന്നെ വെളിച്ചമാണ് എന്നാണ് പറയുന്നത്. ദാറ്റ്സ് എക്സ്പ്ലെയിനിങ് അവർ ക്യാരക്ടർ, അവർ നേച്ചർ. നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത്. നമ്മളിപ്പോൾ ആരെ പോലെയാണ്? നമ്മൾ വെളിച്ചമാണ്. വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്താണ്? മലമേലിരിക്കുന്ന പട്ടണം പോലെയാണ് വെളിച്ചം. എല്ലാവർക്കും ആ വെളിച്ചം കാണാം. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. അപ്പോൾ ഈ വെളിച്ചം എല്ലാവരും കാണണം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളല്ല അവിടെ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തികൾ വെളിച്ചമാണെന്നല്ല പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നതാണ്. ദാറ്റ് സ്പീക്സ് അബൌട്ട് എ ട്രാൻസ്ഫോർമേഷൻ. നേരത്തെ നമ്മൾ വെളിച്ചം അല്ലായിരുന്നു, നേരത്തെ നമ്മൾ ഇരുട്ട് പോലെ ആയിരുന്നു. അപ്പോൾ ക്രിസ്തു നമ്മളിൽ വസിച്ച് കഴിയുമ്പോൾ, നമ്മൾ വീണ്ടും ജനിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചം പോലെയും മലമേലിരിക്കുന്ന പട്ടണം പോലെയുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അപ്പോൾ ഈ പ്രകാശം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അനുസരിക്കുന്നതല്ല, നമ്മുടെ ഈ വെളിച്ചം അനുസരണമായി മാറുന്നതാണ്. അതായത് നമ്മുടെ ക്യാരക്ടർ മാറുമ്പോൾ, നമ്മുടെ പ്രകൃതം മാറുമ്പോൾ, നമ്മുടെ നേച്ചർ മാറുമ്പോൾ ഇതെല്ലാം നമുക്ക് അനുസരണമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ വെളിയിൽ കാണുന്നത് നല്ലതാണോ ചീത്തയാണോ? ഞാൻ ഈ വെളിച്ചവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലം തുടങ്ങുമ്പോൾ, പുതുമഴ പെയ്യുമ്പോൾ എന്നാണ് സാധാരണ പറയുന്നത് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് എൻ എക്സ്പേർട്ട് ഓൺ ദീസ്. ഈ നമ്മുടെ വീടിന് ചുറ്റും ഈയലുകൾ വരുന്ന കാണാം. ഈവനിങ് ആകുമ്പോഴേക്കും ഒത്തിരി ഈയാമ്പാറ്റകൾ വെളിച്ചം തപ്പി വരുന്നു. അപ്പോൾ നമ്മുടെ വീടിനകത്തെല്ലാം ഈയാമ്പാറ്റകളുടെ ബഹളമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ലൈറ്റെല്ലാം ഓഫ് ചെയ്യും. ലൈറ്റെല്ലാം ഓഫ് ചെയ്തു വിൻഡോയിലൂടെ നോക്കുമ്പം അയൽവക്കത്തെ സഹോദരൻ്റെ വീട്ടിൽ ലൈറ്റുണ്ട്. നമ്മുടെ ലൈറ്റെല്ലാം ഓഫ് ചെയ്യുമ്പോൾ ഈയാമ്പാറ്റകളെല്ലാം എങ്ങോട്ട് പോയിക്കോളും? അയൽവക്കത്തോട്ട് പോയിക്കോളും. കുറേ കഴിഞ്ഞ് അതെല്ലാം ചത്ത് കഴിയുമ്പോൾ നമ്മളിത് ഓൺ ചെയ്യും. കാരണം എന്താ? ഈ വെളിച്ചം ഇരിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാത്തരം പാറ്റകളും നമ്മുടെ അടുത്ത് വരും. മലമേലിരിക്കുന്ന പട്ടണത്തിൽ വെളിച്ചമുണ്ടെങ്കിൽ നല്ല ആൾക്കാർ മാത്രമാണോ ഒരു പട്ടണത്തിൽ പോകുന്നത്? എല്ലാ തരം ആൾക്കാരും വരും. ചിലർ ചൂഷണം ചെയ്യാൻ വേണ്ടി വരുന്നതായിരിക്കും, ചിലർ മോഷ്ടിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും, ചിലർ ഒത്തിരി ആശ്വാസത്തിന് വേണ്ടി വരുന്നതായിരിക്കും. പക്ഷേ എല്ലാ തരം ആൾക്കാരെയും ആകർഷിക്കാൻ വെളിച്ചത്തിന് സാധിക്കും. അതിൽ കൊള്ളക്കാരും കള്ളന്മാരും ഉണ്ടാകും, നമ്മളെ ചൂഷണം ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ വെളിച്ചമാകുമ്പോൾ നമ്മൾ തന്നെ ചില സമയത്ത് പറയൂ, ഞാൻ ചെയ്ത കാര്യം ആരോടും പറയരുത് കേട്ടോ എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ സഹായം ചോദിച്ചു വരുമെന്നുള്ള പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഭയപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കായിരിക്കും, ഇത് പ്രായോഗികമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ വലിയ പാടല്ലേ? നമ്മളിപ്പം വെളിച്ചം വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ വന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കണ്ടേ? പണ്ടൊരാൾ എന്നോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഒരു ദേശത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ റെഗുലറായിട്ട് ബൈബിൾ സ്റ്റഡി നടത്തുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യൻ വന്നിട്ട് എല്ലാവർക്കും ഒരു നോട്ടീസ് കൊടുക്കുകയാണ്. അതായത് ഏതോ ഒരു മാഗസിൻ, ഈ പെൻറ്റക്കോസ്റ്റൽ മാഗസിൻസ് ഒത്തിരി ഉണ്ടല്ലോ, അതിനകത്തൊരു മാഗസിൻ ആണ് അയാൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനകത്തൊരു ചോദ്യോത്തര പങ്ക്തിയുണ്ട്. ഈ ചോദ്യോത്തര പങ്ക്തിയിൽ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നതാണ്, ഞാൻ ഈ അടുത്തായിട്ട് ഒരു പ്രസംഗം കേട്ടു, അതെൻ്റെ പ്രസംഗമാണ്, നമ്മുടെ ഷർട്ട് ചോദിക്കുന്നതിന് ഉടുപ്പ് കൂടെ കൊടുക്കണം, അതിന് മാന്താൻ ആൾക്കാരെങ്കിലും വരുമ്പോൾ എടുത്തുകൊണ്ട് പൊക്കോന്ന് പറയണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ ആൾക്കാർ നമ്മുടെ പുറത്ത് കയറുകയില്ലേ? നമ്മൾ നശിച്ചു പോവുകയില്ലേ? അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരാൾ ചോദിച്ചിരിക്കുന്നു. അതിൻ്റെ ഉത്തരം ഒരാൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് ഇയാൾ തന്നെയാണ്, ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് ഉത്തരം എഴുതുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുകയോ നമ്മളെ അതിക്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോലീസിൽ പരാതിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. ഇങ്ങനെ ചെയ്ത് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മറുപടി. ഇദ്ദേഹം ഇതെല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് വെളിച്ചമായിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇത്തിരി ഇരുട്ട് ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ വെളിച്ചമായിരിക്കണം. അപ്പോൾ അതിര് മാന്തുന്നവർ വരും, അപ്പോൾ നിങ്ങൾ ഉപദ്രവിക്കാനുള്ളവർ വരും. കാരണം ആൾക്കാർ പറയും, ഇയാളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പൈസ ഇഷ്ടം പോലെ കിട്ടും. ഞാൻ ഒരു ഉദാഹരണത്തോടെ പറയാം. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലെ മിഷണറിമാരായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നു രാവിലെ.
നമുക്കറിയാം നമ്മുടെ നാട്ടിൽ 2 തരം ഭിക്ഷക്കാരാണുള്ളത്. ഒന്ന്, അമ്മ വല്ലതും തരണേന്ന് ചോദിക്കുന്ന സാധാരണ ഭിക്ഷക്കാർ. ഇപ്പം ഭിക്ഷക്കാർ ഒത്തിരി കുറഞ്ഞു നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇവർക്ക് നമ്മൾ സാധാരണ കൊടുത്തുകൊണ്ടിരുന്ന 5 രൂപ, 2 രൂപ, 1 രൂപയൊക്കെയാണ്. എന്നാൽ വേറെ ചില ഭിക്ഷക്കാരുണ്ട്. അവർ നല്ല ഷർട്ടും ഡ്രസ്സൊക്കെ ഇട്ട്, പാൻറ്റൊക്കെ ഇട്ട്, ഷൂസൊക്കെ ഇട്ട്, നല്ല ബാഗൊക്കെ തൂക്കി നല്ല മോഡേൺ വേഷത്തിൽ വരുന്നവരാണ്. അവർ ശരിക്കും പറയുന്നത്, എനിക്ക് കൊച്ചി വരെ പോകാനുള്ള വണ്ടിക്കൂലി പോക്കറ്റ് അടിച്ചു പോയി, കാണാതെ പോയി, പേഴ്സ് ചാടിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തന്നൊന്ന് സഹായിക്കണം, ഒരു 500 രൂപ തരണം, ഞങ്ങൾ തിരിച്ചു വരും, ചെന്ന് കഴിഞ്ഞ് ഉടൻ മണി ഓർഡർ ഇട്ടേക്കാം. അപ്പോൾ ഇവർക്ക് നമ്മൾ ആദ്യം കൊടുത്തയാൾക്ക് 5 രൂപ കൊടുക്കുന്നെങ്കിൽ ഇയാൾക്ക് 100 രൂപ ചോദിച്ചാൽ ഒരു 50 രൂപയെങ്കിലും കൊടുക്കും. അല്ല, 500 രൂപ ചോദിച്ചാൽ 50 രൂപയെങ്കിലും, ഒരു 100 രൂപയെങ്കിലും എടുത്ത് കൊടുക്കും. കാരണം നമുക്ക് അയാളുടെ ആ വേഷഭൂഷകൾ കാണുമ്പോൾ ഇത്തിരി കൂടുതൽ കൊടുക്കാൻ തോന്നും. അങ്ങനൊരു ഭിക്ഷക്കാരൻ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളോട് പറഞ്ഞു, വിജയവാഡ വരെ പോകാനുള്ള വണ്ടിക്കൂലി എൻ്റെ ഇന്ന് പോക്കറ്റ് അടിച്ചു പോയി, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചതേ ഉള്ളൂ, ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് കൊടുപ്പിൻ, നോ എന്ന് പറയരുത്. ഞാനിത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നോക്കിയപ്പോൾ ആകെ 200 രൂപയുള്ളൂ. ഇയാൾ ചോദിച്ചത് 50 രൂപ എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ ഉടനെ 50 രൂപ എടുത്ത് കൊടുത്തു. പിന്നെ 150 രൂപ ബാക്കിയുള്ളൂ. ഇയാൾ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം അയാളുടെ സുഹൃത്തുക്കൾ പലരും വരാൻ തുടങ്ങി. ഒരു അരമണിക്കൂറിനുള്ളിൽ 3-4 പേര് വന്നു ഇതുപോലെ പൈസ ചോദിച്ചുകൊണ്ട്. ആദ്യം വന്നയാൾക്ക് 30 രൂപ കൊടുത്തു, പിന്നെ 10 രൂപ കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ 200 രൂപയിൽ 100 രൂപയും തീരാറായി കഴിഞ്ഞപ്പം എനിക്കിതിനകത്ത് അപകടം മനസ്സിലായി. വിളക്ക് കത്തിച്ചു, പറയും കീഴിൽ വയ്ക്കാതെ തണ്ടിന്മേലായിപ്പോയി. തണ്ടിന്മേലൊരു 5 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും ഇത് ഈച്ചകളുടെ ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ക്ഷുദ്രജീവികളുടെയും പ്രാണികളുടെയും ബഹളം തുടങ്ങി. എന്ത് ചെയ്യും? ഞാനവിടെ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവെ, ഇങ്ങനെ കർത്താവെ നിന്നെ അനുസരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം തന്നെ അപകടത്തിലാകുമല്ലോ എന്ന് ചിന്തിച്ചു. അപ്പം എൻ്റെ ടീപ്പോയിൽ, ഞങ്ങളുടെ ആ വീട്ടിലെ ടീപ്പോയിൽ, ടീ വയ്ക്കുന്ന ചെറിയ ടേബിൾ, അതിൻ്റെ മുകളിലൊരു ബുക്ക് കിടപ്പുണ്ടായിരുന്നു, സെർമൺ ഓൺ ദ മൗണ്ട്, റിട്ടൺ ബൈ ഓസ്വാൾഡ് ചേമ്പേഴ്സ്. ഞാൻ ഈ പുസ്തകം എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പം അതിനകത്തൊരു പ്രാർത്ഥന കണ്ടു. ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: കർത്താവേ, എൻ്റെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ അവരോട് നോ പറയാൻ എന്നെ ഒരിക്കലും നീ അനുവദിക്കരുത്. 2, നീ അനുവദിക്കാത്ത ഒരൊറ്റ ആൾ പോലും എൻ്റെ വീട്ടിലേക്ക് വരരുത്. ഇത് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ ഉള്ള ഒരു സാധനം നോ എന്ന് പറയിപ്പിക്കരുത്. 2, നീ അയക്കാത്ത ഒരാളും ആ മതിൽ കിടന്ന് വരരുത്. നിങ്ങൾക്കറിയാം, 2007 നടന്ന കാര്യമാണ്. ഞങ്ങൾ 2013 വരെ ആന്ധ്രയിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരൊറ്റ ഭിക്ഷക്കാരൻ പോലും ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല. കാരണം ദൈവം അയക്കാതെ ഒരൊറ്റ ആൾ പോലും വരികയില്ല. നമ്മുടെ ജീവിതം വെളിച്ചമായി മാറുമ്പോൾ കർത്താവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇനി നമ്മൾ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ദൈവം കൃത്യമായിട്ട് അവരെ വിടുകയും ചെയ്യും. ഇതൊരു കൈവിട്ടുള്ള കളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ടുള്ള കളിയാണ്. ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാത്തവർക്ക് ഒരിക്കലും സാധിക്കില്ല. ആ ട്രസ്റ്റിൽ മാത്രം, ക്രിസ്തുവിൻ്റെ ജീവനിൽ മാത്രം അനുസരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതൊന്നും മാനുഷികമായിട്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല. ആ സമയത്ത് ദൈവം നമ്മളെ എനേബിൾ ചെയ്ത്, ഇന്നത് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അത് ആ സമയത്ത് കർത്താവിൻ്റെ എനേബിളിങ് ഗ്രേസ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണ്. അത് ക്രിസ്തുവിൻ്റെ ജീവൻ എന്താണെന്ന് അനുഭവിക്കുമ്പോഴാണ്. ഒരു മനുഷ്യനിലും ഈ നന്മയില്ല, എന്നിലൊട്ടുമില്ല. പക്ഷേ കർത്താവിൽ ആ നന്മയെല്ലാം ഉണ്ട്. അപ്പോൾ വെളിച്ചമായിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നേച്ചറിന് വരുന്നൊരു മാറ്റമാണ്. വെളിച്ചത്തെക്കുറിച്ച് പിന്നെയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു, അവൻ വെളിച്ചമാണ് എന്ന്. നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം: അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ നമ്മളെങ്ങനെയാണ് വെളിച്ചമായി മാറുന്നത്? ജീവൻ വരുമ്പോഴാണ്. യോഹന്നാൻ 1:4 പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചം. അപ്പോൾ നമ്മളെങ്ങനെയാണ് ലോകത്തിൻ്റെ വെളിച്ചമായി മാറുന്നത്? ക്രിസ്തുവിൻ്റെ ജീവൻ നമുക്ക് കിട്ടുമ്പോൾ മാത്രമാണ്. നമ്മുടെ ജീവനിൽ ഒരു വെളിച്ചവുമില്ല. ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മളെ ലോകത്തിൻ്റെ വെളിച്ചമാക്കി മാറ്റുന്നത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവനെ പ്രാപിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ക്രിസ്തു ഉള്ളിലുള്ള ഒരാളുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികളാണ്. നിങ്ങളോട് പെട്ടെന്ന് ഒരാൾ പറയണം, നിങ്ങൾ വെളിച്ചങ്ങളെ പോലെ ആകണം. നിങ്ങൾ ഇങ്ങനത്തെ പ്രസംഗങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ഇരുട്ടായിരിക്കരുത്, നിങ്ങൾ വെളിച്ചമാകണം. എങ്ങനെയാകും? ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ ആവുള്ളൂ. അവൻ്റെ ജീവനാണ് വെളിച്ചം. നമ്മളെല്ലാം ഇരുട്ടാണ്.
ലോകത്തിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ക്രിസ്തു അല്ലാതെ വേറൊരു വെളിച്ചവും ലോകത്തിലില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ അതേ കർത്താവ്, അതേ ജീവനെ നമുക്ക് തന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പം ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് ഞാൻ മാറുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല. ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് എൻ്റെ കഴിവിനെ അപ്രസക്തമാക്കുന്നതാണ്. എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് എന്നെക്കൊണ്ട് സമ്മതിപ്പിക്കുന്നതാണ്. എനിക്ക് ഉപ്പാകാനും സാധിക്കില്ല, വെളിച്ചമാകാനും സാധിക്കില്ല. ഞാൻ ഒരു നിസ്സാരനായ പാപിയാണ്. ക്രിസ്തുവിൻ്റെ ജീവനാണ്, ആ ജീവൻ്റെ രുചിയാണ് എന്നെ വ്യത്യസ്തനാക്കുന്നത്, എൻ്റെ പ്രകൃതത്തെ മാറ്റുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോസ്തലിക ഉപദേശത്തിലൂടെ നമുക്ക് മനസ്സിലായ ജീവൻ്റെ വചനങ്ങളെയാണ്. ഈ ജീവൻ്റെ വചനങ്ങളാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരുന്ന പലർക്കും ഇത് മനസ്സിലായില്ല. കർത്താവിൻ്റെ സമയത്ത് ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല കർത്താവ് എന്തായി പറഞ്ഞു വരുന്നതെന്നുള്ള കാര്യം. എങ്ങനെ ഇതൊക്കെ അനുസരിക്കാൻ പറ്റും? ശിഷ്യന്മാർ തന്നെ ചോദിക്കുന്നുണ്ട്, ഒട്ടകത്തിൻ്റെ സൂചിക്കുഴയുടെയും കാര്യം പറയും, ഇതൊക്കെ എങ്ങനെ പറ്റും? കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യരാൽ അസാധ്യമാണ്, ദൈവത്താൽ സകലത് സാധ്യമാണ്. ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ നമ്മളെ വെളിച്ചമാക്കി. നിങ്ങൾക്കൊരു വെളിച്ചമായി മാറാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ചാലൊന്നും സാധിക്കില്ല, ദൈവത്തിന് സാധിക്കും. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം ആ വാസത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കർത്താവിൻ്റെ ജീവൻ വെളിയിൽ വരണം, എന്നിൽ നിന്ന് അത് വ്യാപരിക്കണം, ജീവജല നദികൾ ഒഴുകണം. ഞാൻ ഒഴുക്കിവിടാൻ എനിക്ക് എവിടെയാണ് ജീവജലം? കർത്താവ് തന്നാലേ ഉള്ളൂ. ആത്മാവിൻ്റെ സമൃദ്ധിയായ അനുഭവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ അനുഭവിക്കാനും നമുക്ക് വെളിച്ചമായി മാറാനും സാധിക്കുകയുള്ളൂ. അപ്പോഴുള്ള പ്രവൃത്തികൾ, ആ വെളിച്ചത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികൾ നമ്മൾ ജഡത്തിൽ സൃഷ്ടിക്കുന്നതല്ല, നമ്മൾ തീരുമാനിക്കുന്നതല്ല, അത് ആയി പോകുന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഭർത്താവ് അല്ലെ ഭാര്യയുമായിട്ട് വഴക്കാണെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് സ്നേഹിക്കണമെന്നൊരു കമാൻഡ്മെൻ്റ് ഉണ്ട്, പക്ഷേ അകത്ത് ജീവനില്ല, നിങ്ങൾ വെളിച്ചമായിട്ടില്ല. അതായത് കർത്താവിൻ്റെ ജീവൻ നിങ്ങളുള്ളിൽ വസിക്കുന്നില്ല. എത്ര നിങ്ങൾ പരിശ്രമിച്ചാലും നിങ്ങൾക്ക് ആളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളെക്കൊണ്ട് സാധ്യമായ കാര്യമല്ല ഗിരിപ്രഭാഷണം. അപ്പോൾ പാസ്റ്റർമാരൊക്കെ ചിലപ്പം, അച്ഛന്മാരൊക്കെ അല്ലെ ആരാണ് നിങ്ങൾ കേൾക്കുന്നത്, അവർ സ്റ്റേജിൽ നിന്ന് പറയുമായിരിക്കും, നിങ്ങൾ സ്നേഹിക്കണം, സ്നേഹമാണ് ഏറ്റവും പ്രധാനം. എവിടെയുണ്ട് ഈ സാധനം? എവിടെയുണ്ട്? എൻ്റെ ഉള്ളിലൊന്നും തപ്പി നോക്കിയിട്ട് സാധനം കിട്ടുന്നില്ല. അവിടെയാണ് നമ്മൾ നിസ്സഹായരാകുന്നത്. ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് നമ്മളെ നിസ്സഹായരാക്കുന്നത് കർത്താവിൻ്റെ അടുത്തേക്ക് മുട്ടുമടക്കി ചെല്ലാൻ വേണ്ടിയാണ്. കർത്താവേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ നിന്നെ പ്രസാദിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യവുമില്ല, നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ വെറുതെയാണ്, എൻ്റെ ലൈഫ് വെറുതെയാണ് എന്ന് എനിക്ക് തോന്നണം. ഐ ഷുഡ് ഫീൽ ഹെൽപ്ലെസ് ആൻഡ് സിക്ക് ആൻഡ് ഐ ഷുഡ് സീക്ക് ദ ഫിസിഷ്യൻ. ഡോക്ടറുടെ അടുത്തേക്ക് ഞാൻ ഓടി ചെല്ലണം, എനിക്ക് വയ്യ ഡോക്ടറെ എന്ന് പറഞ്ഞ് ചെല്ലണം. അതിനുവേണ്ടിയാണ് ഗിരിപ്രഭാഷണം വെച്ചിരിക്കുന്നത്. ഇറ്റ് അട്രാക്ട്സ് അസ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് നമ്മളെ ആകർഷിക്കുന്നതാണ്, അവൻ്റെ ജീവനിലേക്ക് നമ്മളെ ആകർഷിക്കുന്നതാണ്. ഇതാണ് പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. പുതിയ നിയമത്തിലെ അനുസരണം ദിവ്യമാണ്, പ്രകാശത്തിൻ്റെതാണ്, ജീവൻ്റേതാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നമ്മൾ ഇന്ന് പുറപ്പെടുന്നതാണ്. ജീവജല നദികൾ നമ്മൾ സൃഷ്ടിക്കുന്നതല്ല, ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ അധിവസിക്കുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് പുറപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര നന്നാകണമെന്ന് വിചാരിച്ചാലും നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് അത് ജീവനായി മാറുന്നൊരു വിശുദ്ധീകരണത്തിലൂടെ അല്ലാതെ ഒരനുസരണവും സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഗിരിപ്രഭാഷണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വി ഷുഡ് ബിക്കം ദ ലൈറ്റ്സ് ഓഫ് ദ വേൾഡ് ബൈ റിസീവിങ് ദ റിയൽ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ക്രിസ്തുവിൻ്റെ ജീവനെ ഉള്ളിൽ സ്വീകരിച്ച് മാത്രമേ നമുക്ക് വെളിച്ചമായി മാറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുന്ന വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വെളിച്ചങ്ങളായിരിക്കും, പ്രവൃത്തികളായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും മനുഷ്യരുടെ സൽപ്രവൃത്തികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മനുഷ്യരെ പുകഴ്ത്താൻ തോന്നും. ഒരു പക്ഷേ അവർക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വരെ കിട്ടാം. അതാണ് മനുഷ്യരുടെ മാക്സിമം എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകത്തുള്ള അനേകരുടെ അംഗീകാരം നമുക്ക് നേടിയെടുക്കാൻ ഈ നല്ല പ്രവൃത്തികൾക്ക് സാധിക്കും. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ട്, ഇപ്പം എൻ്റെ പേര് ചെയ്സ് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എൻ്റെ ഒരു പ്രവൃത്തി കണ്ടിട്ട് ഒരാൾ പറയാണ്, ഓ ചെയ്സ് ആൾ കൊള്ളാം കേട്ടോ, അവൻ അത്രയും ചെയ്തല്ലോ എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം അത് എൻ്റെ ജഡമാണ് ചെയ്തതെന്നാണ്. കർത്താവ് ഇൻവിസിബിളാണ്. ഞാൻ ഉപ്പായി മാറിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ വരുന്ന കാര്യമാണത്. എന്നാൽ അതേ സമയത്ത് ഒരാൾ ഇങ്ങനെ ചിന്തിക്കാൻ വിചാരിച്ചോ, ഓ എന്നാലും അവനാണോ ഇത് ചെയ്തത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ദൈവമില്ലെങ്കിൽ ഇത് നടക്കില്ല, ദൈവമാണ് ആ ആളുടെ പ്രവർത്തിക്കുന്നതെന്ന് ഒരാൾ പറയുമ്പം മഹത്വം ആർക്കാണ്? ദൈവത്തിനാണ്. വെളിച്ചത്തിൽ നിന്ന് വരുന്ന എല്ലാ പ്രവൃത്തികളുടെയും, നമ്മുടെ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് വരുന്ന എല്ലാ പ്രവൃത്തികളുടെയും, നമ്മുടെ വീണ്ടെടുപ്പിൽ നിന്ന് വരുന്ന എല്ലാ പ്രവൃത്തികളുടെയും മഹത്വം കർത്താവിനാണ്. അതാണ് മലമേലിരിക്കുന്ന പട്ടണം ദൈവത്തെയാണ് പ്രസിദ്ധമാക്കുന്നത്. മലമേലിരിക്കുന്ന പട്ടണം ദൈവത്തെ പ്രസിദ്ധമാക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത് ജീവനിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അതല്ലാത്തൊരു സ്പിരിച്വാലിറ്റി നമ്മുടെ ഇടയിലുണ്ട്. അവർ ദീർഘമായി പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ എല്ലാവിധ ആത്മീക അഭ്യാസങ്ങളുടെയും കടന്നു പോകുന്നുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ജീവനിൽ വ്യാപരിക്കുന്നില്ല, വെളിച്ചമായി മാറുന്നില്ല,
ജീവൻ പ്രകാശിതമാകുന്നില്ല. അത് നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന അപകടമാണ്. അവിടെ ഉപ്പായോ വെളിച്ചമായി മാറാൻ പറ്റാതെ കുറച്ച് വിശുദ്ധിയുടെ എക്സ്റ്റേണൽ രൂപങ്ങൾ കൊണ്ട് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ആത്മീക പ്രപഞ്ചം ദൈവത്തിന് എതിരാണ്, ക്രിസ്തുവിൻ്റെ സാക്ഷ്യങ്ങൾക്കെതിരാണ് എന്ന് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ ഒരു വലിയ ഓട്ടം അത് നമ്മളാലുള്ള ഓട്ടമല്ല, ക്രിസ്തുവിൻ്റെ ജീവനാലുള്ള ഓട്ടമാണ്. അതാണ് നമുക്ക് പ്രകാശമായി മാറുന്നത്, ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്, നമ്മെ മലമേലിരിക്കുന്ന പട്ടണമാക്കി മാറ്റുന്നത്. നമുക്ക് ആ വെളിച്ചം നമ്മുടെ ജീവിതം ആ വെളിച്ചമായി മാറുവാൻ വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തിന് നമ്മുടെ ജീവിതം കാരണമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വെളിച്ചത്തിനായി, ജീവനായി സ്തോത്രം. അങ്ങാണ് ഞങ്ങളിലൂടെ ജീവിക്കുന്നത്. കർത്താവെ, ഞങ്ങൾക്കൊന്നിനും കഴിവില്ലാത്ത ഞങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ ജീവൻ പ്രസിദ്ധമാകുമ്പോൾ കർത്താവ് അനേകർക്ക് വെളിച്ചമാവുകയും മലമേലിരിക്കുന്ന പട്ടണം പോലെ ഞങ്ങൾ ലോകത്തിൻ്റേതല്ലാത്ത ഒരു ജീവിത സംസ്കാരം കർത്താവെ ഞങ്ങളിലൂടെ വെളിപ്പെട്ട് വരികയും ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ആഗ്രഹത്തോടെ സമർപ്പിക്കുന്നു. ദൈവിക പ്രവൃത്തികൾ ഞങ്ങളുടെ വെളിപ്പെടുത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.